ഇനി കണവ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ആക്കി നോക്കൂ. ടേസ്റ്റിന്റെ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കണവ റോസ്റ്റ് ആട്ടോ ഇത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എളുപ്പത്തിലൊന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ആ ബെല്ലൈക്കണിലെ ഓൾ തന്നെ മറക്കാതെ ഒന്ന് അമർത്തിയേക്കണേ. അപ്പോഴിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഇത് ഉണ്ടാക്കാനായി ഞാനൊരു പാൻ ഒന്ന് എടുത്ത് അടുപ്പത്തേക്ക് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്ന കേട്ടോ ഇതിനൊരു നല്ല ടേസ്റ്റ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂടെ ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ചെറുതായിട്ട് ഒന്ന് വേവുന്ന വരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. ഇത് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം ഒരു 10 കുഞ്ഞുള്ളി ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ കുഞ്ഞുള്ളിയും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ. ഇതിലേക്ക് ഒരു കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് വാടി കിട്ടും കേട്ടോ. ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ എത്തുന്നത് വരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പൊ ഇതാണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലൊക്കെ എത്തിയിട്ടുണ്ട്. ഇതുവരെയും മതിയാവും കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിൽ അത് ചേർത്താലും മതിയാവും. ഇതും ചേർത്ത് വീണ്ടും ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നവരെയും ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 തക്കാളി പൊടിയായിട്ട് അരിഞ്ഞതാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി 2 തന്നെ ചേർക്കണം കേട്ടോ. തക്കാളിയിലാണ് ഇതിന്റെ ടേസ്റ്റ് അത്രയ്ക്ക് കിട്ടുന്നത്. അപ്പം ഈ 2 തക്കാളിയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നല്ലപോലെ ഒന്നങ്ങ് വെന്തുടഞ്ഞ് വരണം കേട്ടോ. ഇപ്പം തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുവരെയും മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂടെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെയും നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം. പൊടികളൊക്കെ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം കേട്ടോ. ഇപ്പൊ ദാണ്ടെ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതുവരെയൊക്കെ മതിയാവും കേട്ടോ. ഒരു 1 മിനിറ്റ് ഒക്കെ ഒന്ന് വഴറ്റിയാൽ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നത് നമ്മുടെ കണവ അഥവാ കൂന്തൽ എന്നും പറയും കേട്ടോ. അപ്പൊ അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് ആ മസാലയിലിട്ട് നല്ലപോലെ അങ്ങ് വഴറ്റിയെടുക്കണം. ഇത് നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തതേ ഉള്ളൂ. ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. ഇതൊന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു പച്ചമുളക് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് വീണ്ടും ഒന്നും കൂടെ അങ്ങ് വഴറ്റിയെടുക്കാം. വഴറ്റി നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഇതിലേക്ക് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട. ഈ കണവേന്ന് തന്നെ അത്യാവശ്യം വെള്ളം ഒന്ന് ഇറങ്ങി വരും. അപ്പം നമുക്കൊരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം വെള്ളമൊക്കെ കണവേന്ന് തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് അല്പം ഗ്രേവി ആയിട്ടിരിക്കുന്ന കേട്ടോ ഇഷ്ടം. അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പോളം വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുത്ത് ഇതൊന്നും കൂടെ അങ്ങ് അടച്ചു വെച്ചങ്ങ് വേവിച്ചെടുക്കാം. കണവയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതിയാവും. ഇപ്പൊ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കണവയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളി ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കണവ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിലേക്ക് ഇനി അവസാനമായി കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ കണവ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.